ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേറെ കുറച്ച് പണികളുണ്ട്. നമുക്കിന്ന് എനിക്ക് ഫസ്റ്റ് തന്നെ അരി അരച്ച് വെക്കണം, ഇഡ്ഡലിക്കുള്ള അരി അരച്ച് വെക്കണം. ഇന്നലെ രാത്രിയിൽ ഇട്ടതാണ് ഞാൻ. അപ്പം ഇപ്പോൾ ഏകദേശമൊക്കെ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചധികം സമയമായി. അപ്പോൾ ഞാനത് ആദ്യം ഒന്ന് അത് അരക്കേട്ടായിട്ട് നമുക്ക് നമ്മുടെ പണികളിലേക്ക് അങ്ങ് പോവാം. എൻ്റെ ഒരു ഡെയിലി വ്ളോഗിലേക്ക് പോവാം. അപ്പം എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങ് തുടങ്ങിയാലോ. അംഗം അരി അരച്ചു കഴിഞ്ഞതിന് ശേഷം ഇട്ട് വെക്കാം. ഒന്നുകൂടെ കഴുകാം. അരി അരച്ചിട്ട് ഇതിലേക്ക് ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ കൈയിട്ടിട്ട് ഇങ്ങനെ മസാല ഒക്കെ കൊടുത്ത് നന്നായിട്ട് ഒരു കുട്ടപ്പനാക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ ആവശ്യമുള്ളതൊക്കെ മാറ്റി മാറ്റി വെക്കാം. ഇനി ഇത് പാത്രം ആദ്യം കഴുകി വെച്ചു. അരി ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി വെക്കാറുണ്ട്. അരി ഞാൻ നല്ലപോലെ ഒന്നുകൂടെ വാഷ് ചെയ്തു കേട്ടോ. കാരണം അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഇത്തിരി നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ ചെറിയൊരു പുളിപ്പ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് ആ മിക്സിയിലിട്ടിട്ട് അരയ്ക്കാനായി എടുക്കുന്നത്. പിന്നെ പെട്ടെന്ന് നല്ല പേസ്റ്റ് പരുവത്തിൽ നല്ലപോലെ അരഞ്ഞു കിട്ടി. 12 മണിക്കൂർ അങ്ങോട്ട് കുതിർക്കാനായിട്ട് വെച്ച പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഇതാ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഇങ്ങനെ അതിനെ ഒരു പരിവാക്കി എടുക്കണം. അത് ശരിക്കും ഒരു 20 മിനിറ്റൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. നമുക്ക് സൗകര്യമുള്ളവണൊക്കെ ചെയ്യാം. അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് അങ്ങ് റെഡി ആക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ ഇതിൽ ഉപ്പിട്ടിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. രണ്ടാമത് അരച്ചപ്പോൾ കേട്ടോ. അപ്പം അങ്ങനെ കൈ വെച്ചിട്ട് നല്ല പോലെ അങ്ങ് ഇളക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ മറ്റു പാത്രങ്ങളിലേക്കൊക്കെ ആക്കി 2-3 പാത്രങ്ങളിലേക്ക് ആക്കി വെച്ചു. ഒരു 3 ദിവസത്തേക്ക് ഉണ്ടാവും. മിക്കവാറും ചിലപ്പോൾ 4 ദിവസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ 2-3 പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഞാനങ്ങ് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. അതാണ് നല്ലത്. നേരത്തെ പെട്ടെന്ന് കരണ്ട് പോയി. ഭാഗ്യത്തിന് അരച്ച് കിട്ടിയപ്പോഴേക്കും. അപ്പൊ അതിന് ഇത് നമുക്ക് നേരെ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം. ഇനി നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കലാപരിപാടികളാണ്. ഞാൻ പറഞ്ഞ പോലെ വേലയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. വേലയും കാര്യങ്ങൾ ഇങ്ങനെ എന്തൊന്നും ഞാൻ പറയാറുണ്ടല്ലോ. ഞാനെപ്പോഴും എന്താ പറയാ, സുർക്ക ഉപയോഗിച്ചിട്ടാണ് തുടയ്ക്കുക ഇങ്ങനെയൊക്കെ. അപ്പം മാറാലിയൊക്കെ കുറച്ചൊക്കെ വ്യത്യാസം, പല്ലികളൊക്കെ ഒത്തിരി കുറയാറുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ചെയ്യാം നമുക്ക് കേട്ടോ. അങ്ങനെ ഷെൽഫിലുള്ള എല്ലാ സാധനങ്ങളും ഓരോ കള്ളികളായിട്ട് ഇറക്കി വെച്ച് സുറുക്ക് ഉപയോഗിച്ചിട്ട് തുടച്ച് എടുത്തതിന് ശേഷം ബുക്സൊക്കെ ഞാൻ ഇവിടുന്ന് മാറ്റി മുകളിലേക്ക് കൊണ്ടുപോയി ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്ത് പറക്കി വെച്ചു കേട്ടോ. നല്ലപോലെ തുടച്ചെടുത്തു. പല്ലിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നാളെ ഞാൻ തുടച്ചിട്ട് എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കേട്ടോ എനിക്കിങ്ങനെ മാറാൽ തട്ടാനൊക്കെ കുറച്ച് പ്രയാസമാണെങ്കിലും ഞാൻ വല്ലപ്പോഴും ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് തുടയ്ക്കാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു സുഖം തോന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരുടെയും തുടച്ച് അങ്ങ് വൃത്തിയാക്കി എടുത്തു കേട്ടോ. അങ്ങനെ എല്ലാം ഒതുക്കി അങ്ങ് വെച്ചു. ഇതൊക്കെ അങ്ങോട്ട് ഒതുക്കി അങ്ങോട്ട് റെഡിയാക്കി വെച്ചു. അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഇഷ്ടമില്ല. ബുക്സൊക്കെ മുകളിൽ കൊണ്ടുപോയി ഇത് കോഴിയൊക്കെ ഇതിന്റെ ഇവിടെ പിടിയുമേ നിറച്ച് എന്താ പറയാ പൊടി വരും. ഈ ജനാലയിൽ നിന്നൊക്കെ നമുക്ക് നിറച്ച് പൊടി വരുമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്നത് നല്ലതാ. ആരെങ്കിലും കൈ പിടിക്കുമ്പോ
അല്ലെങ്കിൽ പൊടി വരും. ഞാൻ ഓരോ പണികളായിട്ട് ഇപ്പോൾ കോണിയൊക്കെ തുടച്ച് നല്ലപോലെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുന്നതാണെങ്കിൽ നല്ല പൊടി ഉണ്ടായിരുന്നു, കാറ്റുകാലല്ലായിരുന്നു, നല്ല കാറ്റും വേനലൊക്കെ ആകുമ്പോൾ പൊടി കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നന്നായി തുടച്ചങ്ങ് വൃത്തിയൊക്കെ എടുക്കും. പണികൾ എടുത്തെടുത്തെടുത്ത് ഒരുവിധ സമയമായി. അപ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ചോറക്കുന്ന ഒരു നെയ്ച്ചോറ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഓരോ പണികൾ. ഇപ്പം കിച്ചണിൻ്റെ അപ്പം ഇന്ന് ഏട്ടൻ ചോറൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പം ഞാനൊരു നെയ്ച്ചോറ് പോലെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് അതാണ് കേട്ടോ ഞാൻ കഴിക്കേണ്ടത്. അപ്പം എനിക്ക് അങ്ങനെ എന്നുള്ള പറയാം, ഒരുപാട് പണികൾ എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ തന്നെ സ്വയം കഴിക്കുമ്പോൾ ഒരു ഭയങ്കര സ്വാദും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പം ഞാനത് കഴിക്കുകയാണ്. പിന്നെ ഇത്തിരി തൈരൊക്കെ ഉണ്ടായിരുന്നു. തൈരിൽ ഇത്തിരി സവാളയൊക്കെ ഇട്ടിട്ട്, സാധാരണ അങ്ങനെ കഴിക്കില്ല എന്നൊക്കെയാ പറയാല്ലേ, ഞാൻ അങ്ങനെ കഴിക്കാടോ. തീ വെച്ചിട്ട് നെയ്യിൻ്റെ ഇപ്പം 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് നെയ്യൊക്കെ കഴിക്കൽ ഇത്തിരി കൂടുതലാ. അല്ലെങ്കിൽ നെയ്യൊന്നും ഇങ്ങനെ അധികം കഴിക്കാമല്ലോ. എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാൻ തോന്നും. പണിയെടുക്കുന്ന സമയത്ത് ആണല്ലോ നമുക്ക് കൈ നനയാണ്ട് മീൻ പിടിക്കുക എന്നുള്ള പോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുള്ളൂ. അല്ലെങ്കിൽ വിശക്കും. ഞാൻ ആ കുക്കിങ് ഫുള്ള് അതങ്ങ് കാണിച്ചില്ല എന്ന് മാത്രം. അപ്പം ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതും കൂടിയും ആകുമ്പം നല്ല ക്ഷീണവും കാര്യങ്ങളും. ഇപ്പം തന്നെ അത് 1 മണി കഴിഞ്ഞു. നമ്മൾ കാണുമ്പോൾ നമ്മൾ കുറച്ച് അല്ലേ വീഡിയോസിലൊക്കെ കാണുള്ളൂ. രാവിലെ 9 മണിക്ക് തുടങ്ങിയതാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അത് അപ്പം എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ കുക്കിങ്ങും പിന്നെ തുടയ്ക്കണതും അടിക്കണതും ഒക്കെ നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോഴേ നല്ല ക്ഷീണമൊക്കെ വരുമല്ലോ. അയ്യാണ്ടായി. ഇനി ഞാൻ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒന്നൊക്കെ എടുക്കും. അല്ലെങ്കിൽ ചേട്ടന് കൊടുക്കാണ്ട് ഞാൻ എന്താ പറയുക അണ്ടിപ്പരിപ്പൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കാം, ചേട്ടനെ അധികം കഴിപ്പിക്കാണ്ട്. ചേട്ടനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പ് എടുത്ത് കഴിക്കും. അപ്പം ഈന്തപ്പഴം അങ്ങനെ അധികം കഴിക്കില്ല, ചിലപ്പോഴൊക്കെ കഴിക്കുള്ളൂ. അണ്ടിപ്പരിപ്പാണ് ആളുടെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം. അപ്പം അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനായി അണ്ടിപ്പരിപ്പ് എടുത്ത് കൂടുതൽ കഴിക്കില്ല, എൻ്റെ ശീലമായി തുടങ്ങി. പണി കഴിഞ്ഞാൽ ഞാൻ സവാളയൊക്കെ ഒന്ന് വഴറ്റി ഒരു ചെറിയൊരു ബിരിയാണി സ്റ്റൈലില് ചോറ് ഞാൻ തന്നെ നമ്മുടെ ജീര റൈസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അങ്ങ് സെറ്റാക്കി ഞാൻ തന്നെ ഒരു ചെറിയൊരു ബിരിയാണി സെറ്റപ്പിൽ ഇത്തിരി അരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഉണ്ടാക്കി കഴിയും. ഇത് ചേട്ടൻ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കണം. അപ്പോൾ പിന്നെ എനിക്ക് മാത്രമായിട്ടല്ലേ, അങ്ങനെയൊക്കെ ആക്കി ഇങ്ങോട്ട് കഴിച്ചു. അങ്ങനെയൊക്കെ കഴിക്കണ അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പം അങ്ങനെ ആവട്ടെ കേട്ടോ. അജിന്ത്യ പ്രസാദ് ഫാമിലിയുടെ സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ എല്ലാവർക്കും. എൻ്റെ കണ്ണടയുടെ ആ ഒരു ഇത് കാരണം എനിക്ക് ഒന്നും കണ്ണിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ലൈറ്റ്സ് കാണാം. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെടോ, പണികളൊക്കെ എടുത്തല്ല. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. അജിന്ത്യ പ്രസാദ് ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ. കഴിക്കും എല്ലാവരും ഫുഡ്.